നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴിഞ്ഞുമാറുന്നുവെന്ന് CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ. മദ്യം കഴിച്ച് അവശനിലയിലായ 10ാം ക്ലാസുകാരനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KB ഗണേഷ് കുമാർ വിവാഹിതനായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് 50ന്റെ നിറവിൽ. ആഘോഷങ്ങൾ ഒരു വർഷം നീളും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രണാതീതമായിട്ടും ഇത് പരിഹരിക്കാൻ യാതൊരു സംവിധാനവും ഒരുക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ. കടക്കലിൽ ASF ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റമാണെങ്കിൽ നിയന്ത്രണാതീതമായി കൊണ്ടിരിക്കും. നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനവും ഉണ്ടാവില്ല. വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനും സാധാരണക്കാരനെ ആ വിലക്കയറ്റത്തിന്റെ ഗതിയിൽ നിന്ന് സംരക്ഷിക്കാനും ബാധ്യതപ്പെട്ട ഭരണാധികാരികൾ, അത് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന അവസ്ഥയാണ്. കേന്ദ്ര ഭരണാധികാരികൾ പലതവണ ആവർത്തിച്ചു അവരുടെ കയ്യിൽ ഇത് നിയന്ത്രിക്കാൻ മാന്ത്രിക വടിയില്ല. ഇന്ത്യയുടെ ഖജനാവ് ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള വഴികൾ തേടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനെ കൂടുതൽ ദുസ്സഹമാക്കി തീർക്കാനും നമ്മുടെ പൊതുവായ വരുമാനം അതിന്റെ മൃഗീയമായ ഭാഗവും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് സൗജന്യം ചെയ്തു കൊടുക്കാനും ഉപയോഗപ്പെടുത്തുന്ന ദുരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാനും പാവപ്പെട്ടവനെ സംരക്ഷിക്കാനും ചുമതലയുള്ള കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന് R. രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും 2ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാടിന്റെ സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ പൊതുവായ എല്ലാ ആവശ്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ആ സ്ഥാനത്തെല്ലാം പരിഗണന അർഹിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റുകളും കുത്തക മുതലാളിമാരുമാണ് എന്ന വസ്തുത നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ പട്ടണത്തിൽ ASF ജില്ലാ പ്രസിഡന്റ് P. പ്രവീൺ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് പ്രവർത്തകർ പ്രകടനമായി ടൌൺഹാളിൽ സജ്ജീകരിച്ച ആന്റണി തോമസ് നഗറിലെത്തി. CPI കടക്കൽ മണ്ഡലം സെക്രട്ടറി S. ബുഹാരി സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS. സുവാൽ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് N. അനിരുദ്ധൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R. രാജേന്ദ്രൻ, AIYF ജില്ലാ സെക്രട്ടറി P. പ്രദീപ്, ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V. വിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. 10ാം ക്ലാസുകാരനെ മദ്യം കഴിച്ച് അവശനിലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂരിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മദ്യപിച്ച് അവശനിലയിലായത്. നാട്ടുകാരാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വെള്ളിയാഴ്ച സ്കൂളിൽ ഹാജരാകാതിരുന്ന കറവൂർ സ്വദേശിയായ 10ാം ക്ലാസുകാരൻ ചില സഹപാഠികൾക്കും സ്കൂളിന് പുറത്തുള്ള സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് മദ്യപാനത്തിൽ ഏർപ്പെട്ടത്. കല്ലുമലയിലെ ഒഴിഞ്ഞ ഭാഗത്തായിരുന്നു മദ്യപാനം. നാട്ടുകാരാണ് ഈ സംഘത്തെ കണ്ടെത്തിയത്. ഒപ്പം മദ്യപിച്ചുകൊണ്ടിരുന്നവർ നാട്ടുകാരെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. അവശനിലയിലായിരുന്ന കുട്ടിയെ നാട്ടുകാരാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് രക്ഷാകർത്താക്കളും സ്കൂൾ അധികൃതരും ആശുപത്രിയിലെത്തി. പുനലൂർ പോലീസും എക്സൈസും ആശുപത്രിയിലെത്തി വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണെന്ന സൂചനയാണ് ഈ സംഭവം. വിദ്യാർത്ഥികൾക്ക് മദ്യമടക്കം ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന സംഘം സ്കൂളുകളുടെ പരിസരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കഴിച്ച പട്ടാഴിയിൽ 8 വയസ്സുകാരൻ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 15 വയസ്സുകാരനെ മദ്യം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. പുനലൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച കാർ നിർത്താതെ പോയി. കൊട്ടാരക്കരയിൽ MC റോഡിൽ പെന്തക്കോസ്ത് മിഷൻ കെട്ടിടത്തിന് സമീപത്തായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ നിന്ന് ആയൂരിലേക്ക് പോയ ബൈക്കിനെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികൻ കൊട്ടാരക്കര സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാൽപാദത്തിൽ സാരമായ മുറിവുണ്ടായിരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ഈ പയ്യൻ ഓവർടേക്ക് കയറാൻ നേരത്ത് എതിരെ വന്ന വണ്ടിയുടെ ഗ്ലാസിനകത്ത് അടിച്ചതാണ്. ഗ്ലാസിനകത്ത് ഫ്രണ്ടിലോട്ട് മറിയുന്നു. ആ കിട്ടി തന്നെ തിരിച്ചു പോയത്. ആ വണ്ടി നിർത്താതെ കാറ് ഏതാണെന്ന് അറിയില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മുൻ മന്ത്രിയും പത്തനാപുരം MLA-യുമായ KB ഗണേഷ് കുമാർ വിവാഹിതനായി. യാമിനി തങ്കച്ചിയിൽ നിന്ന് വിവാഹമോചിതനായ ഗണേഷിന്റെ 2ാം വിവാഹമായിരുന്നു ഇത്. കീഴൂട്ട് വീട്ടിൽ അധികം ബഹളങ്ങളും അതിഥികളുമില്ലാതെയായിരുന്നു വിവാഹം.
മുൻമന്ത്രിയും പത്തനാപുരം MLAയുമായ KP ഗണേഷ് കുമാറിന്റെ വിവാഹം വാളകം കീഴൂട്ട് കുടുംബ വീട്ടിൽ നടന്നു. 12 മണിക്കും 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയായ പാലക്കാട് അശ്വതിയിൽ ബിന്ദു മേനോനാണ് വധു. ഗണേഷ് കുമാറിന്റെ പിതാവും മുന്നോക്കക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ R. ബാലകൃഷ്ണപിള്ളയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹ വിവരം രഹസ്യമായിരുന്നതിനാൽ കുടുംബ വീട്ടിലും തിരക്കനുഭവപ്പെട്ടില്ല. മാധ്യമപ്രവർത്തകരും അയൽവാസികളും രാവിലെ തന്നെ കീഴൂട്ട് വീടിന്റെ ഗേറ്റിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. നാട്ടുകാർ എത്തിയത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സിനിമാ താരം ദിലീപിനെ കാണാനും സുഖാന്വേഷണത്തിനുമായിരുന്നു. അടുത്ത രാഷ്ട്രീയ പ്രവർത്തകരെ പോലും ക്ഷണിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വിവാഹത്തോടനുബന്ധിച്ച് വീട്ടിൽ സദ്യ ഒരുക്കിയിരുന്നു. ശ്രീലേഖ IPS, ചലച്ചിത്ര സംവിധായകൻ ഷാജി കൈലാസ്, ഗാനരചയിതാവ് മധു മാറനാട് എന്നീ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരത്തെ സ്പെയർ പാർട്സ് കട അഗ്നിക്കിരയായി. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശാലേംപുരം മീനാഞ്ചാലിൽ അച്ഛൻകുഞ്ഞിന്റെ ഉടമസ്ഥതയിലുള്ള റോബിൻ സ്പെയർ പാർട്സ് കടയാണ് അഗ്നിക്കിരയായത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. കടയ്ക്കുള്ളിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട തട്ടുകട ജീവനക്കാരനാണ് നാട്ടുകാരെ കൂട്ടി പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് കടയുടമയെ വിളിച്ചു വരുത്തി കട തുറപ്പിച്ച് തീ അണയ്ക്കുകയായിരുന്നു. പുനലൂർ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. അകത്തുണ്ടായിരുന്ന എഞ്ചിൻ ഓയിൽ, പെയിന്റ് എന്നിവ പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്ന് പുറത്തേക്കെടുത്തത് കൂടുതൽ അപകടം ഒഴിവാക്കി. ഇൻവെർട്ടറിനായി കരുതിയിരുന്ന ബാറ്ററിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് നിഗമനം. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണോ എന്നും സംശയിക്കുന്നുണ്ട്. മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് സപ്ലൈ നിലച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇത് കറണ്ട് സപ്ലൈ നിലച്ചിട്ടില്ല. ഇത് വെളിയിൽ നിന്ന് ബോധപൂർവം ആരോ തീപിടുത്തം ഉണ്ടാവാൻ വേണ്ടി തന്നെ ഇത് മനഃപൂർവ്വം വിരോധം വെച്ച് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. അദ്ദേഹത്തിനുണ്ടായ നഷ്ടത്തിന് ഏകദേശം 5 ലക്ഷം രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കുള്ള വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നികത്തുവാൻ വേണ്ട നടപടി ഉണ്ടാവണം. രാത്രിയായാൽ പത്തനാപുരം ടൌണിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാറില്ലെന്ന് ആക്ഷേപമുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തീ പടരുന്നത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വൻ ദുരന്തം ഒഴിവാക്കി. ഓയിലിനും മറ്റും തീപിടിച്ച് സമീപ സ്ഥാപനങ്ങളിലേക്കും തീ പടർന്ന് ഉണ്ടാകാമായിരുന്ന അപകടം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ മൂലം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാലൂർ കോളേജ് എന്ന പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് 50ന്റെ നിറവിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1964 പ്രവർത്തനം ആരംഭിച്ച സെന്റ് സ്റ്റീഫൻസ് കോളേജിന് ഇപ്പോൾ 50 വയസ്സ്. നാട്ടുകാർ മാലൂർ കോളേജ് എന്ന് വിളിക്കുന്ന ഈ വിദ്യാലയം അരനൂറ്റാണ്ടിന്റെ ചരിത്രം വിളിച്ചറിയിച്ചുകൊണ്ട് 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50 വർഷം തികയുന്ന ഈ അവസരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ജനമധ്യത്തിൽ ഈ സ്ഥാപനത്തിന്റെ ഖ്യാതി ഉയർത്തുവാൻ തക്കവണ്ണം വിവിധ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ജൂബിലി എക്സ്പോ 2014 എന്ന പേരിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കോളേജ്. ഈ മാസം 27 മുതൽ 29 വരെ വർണ്ണാഭമായ എക്സിബിഷൻ നടക്കും. ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം 27 രാവിലെ 10 മണിക്ക് സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റമ്പാന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ മുൻ അംബാസഡർ TP ശ്രീനിവാസൻ നിർവഹിക്കും. ജൂബിലി എക്സിബിഷനിൽ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയവയുടെ വിവിധ പ്രോജക്ടുകളും പവലിയനുകളും ഉണ്ടാവും. ഇവയ്ക്ക് പുറമെ മാലൂർ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോജക്ടുകളും ഉണ്ടാവും. കോളേജിന്റെ 50 വർഷം തികയുന്ന വേളയിൽ ഇതൊരു അക്കാഡമിക് ഉദ്ദേശം കൂടിയാണ് ഞങ്ങൾക്കുള്ളത്. കോളേജിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്സ് കൂടാതെ മെഡിക്കൽ കോളേജ്, ബയോഡൈവേഴ്സിറ്റി ബോർഡ്, അഗ്രികൾച്ചർ അക്കാഡമി, കലാമണ്ഡലം, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്സിന്റെ സ്റ്റോളുകൾ ക്രമീകരിക്കുന്നതാണ്. കലാമണ്ഡലത്തിന്റെ കഥകളി, ഓട്ടംതൊള്ളൽ, ഇങ്ങനെയുള്ള പരിപാടികളും നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയും പബ്ലിക്കിന് വേണ്ടിയും നടത്തുന്നതാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം റവറൻ ജോസഫ് റമ്പാന്റെ അധ്യക്ഷതയിൽ ജനുവരി 30 പരിശുദ്ധ കാതോലിക്ക ബാവ നിർവഹിക്കും. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. സെന്റ് സ്റ്റീഫൻസ് കോളേജ് അങ്കണത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാനേജർ ജോസഫ് റമ്പാൻ, ദേറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസി കുര്യൻ, റവറൻ ഫാദർ ബെഞ്ചമിൻ, റവറൻ ഫാദർ ഡേവിഡ് കോശി, ഡോക്ടർ രാജൻ ഇടിക്കുള തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ സ്ഥാപകനായ പുണ്യശ്ലോകനായ തോമ തിരുവന്നാസൂസ് തിരുമേനി വളരെയധികം പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും പ്രത്യാശയോടും കൂടി സ്ഥാപിച്ച ഒരു വലിയ സ്ഥാപനമാണ്. അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിച്ച് വിദ്യാസമ്പന്നനായ പരിശുദ്ധ പിതാവ് നാടിനും നാട്ടാർക്കും ഉപയുക്തമായ, പ്രത്യേകിച്ചും ജാതി മത വർഗ വർണ്ണങ്ങൾക്കൊക്കെയും അതീതമായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പത്തനാപുരം
കാട്ടുപത്തനാപുരം എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമം തിരഞ്ഞെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ. മൗണ്ട് താബോർ ദയറായുടെ സ്ഥാപക അധ്യക്ഷനും മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപനുമായിരുന്ന ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തയുടെ കബറിങ്കൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും വൈദികരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ദയറ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. സഭയിലെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു മാനവിക അഖില ലോക മാനവീയനായി, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായി, സമൂഹത്തിന്റെ ഉദ്ധാരകനായി കാട്ടുപത്രാപുരത്തെ നാട്ടുപത്രാപുരമാക്കുവാനും ഇപ്പോൾ അത് ഒരു താലൂക്ക് ലെവലിലേക്ക് ഉയരുവാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ശക്തിയായിരുന്ന ആ പുണ്യശ്ലോകനായ പിതാവിന്റെ അനേക സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നമായിരുന്നു മാലൂരുള്ള നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്. മൗണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ സിഒ ജോസഫ് റംബാൻ, ജനറൽ കൺവീനർ ഫാദർ ജേക്കബ് റോയ്, ദയറ സെക്രട്ടറി കെ വി പോൾ, ഡോക്ടർ എൻ ജെ തോമസ് റംബാൻ, കെ വർഗീസ്, രാജൻ ഇടിക്കുള, ഫാദർ ഡേവിഡ് കോശി തുടങ്ങിയവർ സംസാരിച്ചു. ദയറ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പത്തനാപുരം ടൗൺ ചുറ്റി പുതുവലിലെത്തി കോളേജ് അങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തിരുവിതാംകൂറിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് 50ന്റെ നിറവിൽ. പത്തനാപുരം ടൌണിൽ ഇപ്പോഴത്തെ സെന്റ് സ്റ്റീഫൻസ് സ്കൂളിന്റെ കുരിശടിക്ക് സമീപത്ത് ഒരു താൽക്കാലിക ഷെഡിലായിരുന്നു സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ തുടക്കം. 1964 സ്ഥാപിച്ച കലാലയം പിന്നീട് മാലൂരിലേക്ക് മാറ്റുകയായിരുന്നു. പത്തനാപുരം ടൌണിൽ നിന്ന് 8 കിലോമീറ്ററോളം അകലെ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള കോളേജ് വിദ്യാർത്ഥികളുടെ പ്രിയ കലാലയമായി. സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ആദ്യം സ്ഥാപിതമായ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊന്നാണിത്. 7 ബിരുദ കോഴ്സുകളും 3 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഗവേഷണത്തിനുള്ള അവസരവും ഒരുക്കുന്ന സ്ഥാപനം ഉന്നതിയിലേക്ക് കുതിച്ചു. കേരള സർവകലാശാലയിൽ എക്കാലവും ആദ്യത്തെ 10 റാങ്കുകളിൽ ഒരെണ്ണമെങ്കിലും കരസ്ഥമാക്കാൻ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കലാലയത്തിൽ പഠിച്ചവരിലും പഠിപ്പിച്ചവരിലും പ്രശസ്തർ ഏറെയാണ്. ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ, കൊൽക്കത്ത ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ്, ഡൽഹി ഭദ്രാസനാധിപനായിരുന്ന കാലം ചെയ്ത ഇയോബ് മാർ പിലിക്സിനോസ് എന്നിവർ ഇവിടെ അധ്യാപകരായിരുന്നവരിൽ പ്രമുഖരാണ്. മുൻമന്ത്രി ടി.എം. ജേക്കബ്, തെഹൽക്ക റിപ്പോർട്ടർ മാത്യു സാമുവൽ, മാധ്യമപ്രവർത്തകൻ പോൾ മണലിൽ, ഐഷ പുറ്റി എം.എൽ.എ, ദേശീയ വോളിബോൾ താരങ്ങളായ ഷിജാസ് മുഹമ്മദ്, ബ്ലസൻ ജോർജ്, പ്രിൻസിപ്പൽ പി സാം, സൈനുദ്ദീൻ പട്ടാഴി തുടങ്ങിയവർ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ പ്രമുഖരാണ്. കലാകായിക രംഗത്തും ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ കലാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 100 ഏക്കറിലധികമായി വ്യാപിച്ചു കിടക്കുന്ന കോളേജ് ക്യാമ്പസ് പുതിയ തലമുറയ്ക്കും ഹരമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ പുതുതായി നിലവിൽ വന്ന കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം 26-ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ കൂടി സഹകരണത്തോടെ 26 മുതൽ ഫെബ്രുവരി 2 വരെ കൺവെൻഷനും സംഘടിപ്പിക്കുന്നു. 56ാമത് കൊട്ടാരക്കര കൺവെൻഷൻ 26-ാം തീയതി ജനുവരി മാസത്തെ ഞായറാഴ്ച ആരംഭിക്കുന്നു. ഈ ആരംഭത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പുതുതായി രൂപീകരിക്കപ്പെട്ട കൊട്ടാരക്കര ഉൾപ്പെടുന്ന മേഖല ഡിസംബർ മാസം 2010 ഡിസംബർ 1-ാം തീയതി മുതൽ ഒരു പുതിയ ഭദ്രാസനമായിട്ട് സഭ പ്രഖ്യാപിക്കുകയും രൂപീകരിക്കുകയും ചെയ്തു. കൊട്ടാരക്കര പുനലൂർ ഡയറക്ഷനായിട്ട് ഈ മേഖലയെ സഭാ നേതൃത്വം പ്രത്യേകിച്ച് രൂപീകരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ജനുവരി മാസം 26-ന് നടത്തപ്പെടുന്നുണ്ട്. ഭദ്രാസനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത അധ്യക്ഷനാവും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ ഉദ്ഘാടനം മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിക്കും. ഭദ്രാസന അധ്യക്ഷൻ യുയാക്കി മാർ കുറിലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനാവും. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം കൊല്ലം മർത്തോമ സഭ ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, മർത്തോമ സഭ അടൂർ ഭദ്രാസനാധിപൻ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ, കത്തോലിക്ക സഭ പുനലൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നമുത്ത്
പുത്തൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, മുന്നോക്കക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ R ബാലകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് P ആയിഷ പോറ്റി MLA, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി എന്നിവർ പങ്കെടുക്കും. കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൺവീനർ റവറന്റ് ജോർജ് ജോസ്, ചെയർമാൻ റവറന്റ് സജി P സൈമൺ, ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജിജി മാത്യൂസ്, ട്രഷറർ PG ജേക്കബ്, റവറന്റ് ജയ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റിന്റെ നവീകരണത്തിന് സർക്കാർ 12 ലക്ഷം രൂപ അനുവദിച്ചു. പുനലൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്യാൻസർ കെയർ യൂണിറ്റുകളിലൊന്നാണ്. നിലവിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി പുനലൂർ നഗരസഭ 2013-2014 പ്ലാൻ ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്ന 12 ലക്ഷം രൂപ ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റിന്റെ അനുബന്ധ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷാഹിർ ഷാ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നമ്മുടെ നിലവിലുള്ള ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയുമായിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റിന് 12 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ നിലവിലുള്ള ക്യാൻസർ കെയർ യൂണിറ്റിൻ്റെ നവീകരണത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്യാൻസർ കെയർ യൂണിറ്റിൽ ഒന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണത്. പ്രതിമാസം 100 അതിലധികം പേഷ്യൻസ് ഇവിടെ എത്തുന്നുണ്ട്. ഒരു ഡോക്ടർ അവിടെ പരിശീലനം ലഭിച്ച ഡോക്ടർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, മറ്റ് അനുബന്ധ ജീവനക്കാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 ലക്ഷം രൂപ ക്യാൻസർ സെൻ്ററിലെ അനുബന്ധ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് സമ്പൂർണ്ണമായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത കീമോതെറാപ്പി യൂണിറ്റ് അവിടെ സജ്ജമാകാൻ പോവുകയാണ്. അതിനുവേണ്ടി PWD എസ്റ്റിമേറ്റൊക്കെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ കീമോ മിക്സിംഗ് യൂണിറ്റ്, ബയോസെപ്റ്റിക് ക്യാബിനറ്റ്സിൻ്റെ ടെൻഡറിങ് കഴിഞ്ഞു. അത് ഉടൻ തന്നെ സ്ഥാപിക്കും. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് കീമോതെറാപ്പി ഇനി ഏറ്റവും ആധുനികമായ രീതിയിൽ കീമോതെറാപ്പി അവിടെ ഇനി സജ്ജമാക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പേഷ്യൻ്റ് വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. പിന്നെ ICU കീമോതെറാപ്പിക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം കട്ടിലുകൾ അവിടെ സജ്ജമാക്കും. അതിന് എല്ലാം വേണ്ടിയാണ് ഈ തുക ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകുന്നു. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 7-ാം തീയതി കൊട്ടാരക്കരയിൽ എത്തിച്ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ജാഥയ്ക്ക് വരവേൽപ്പ് കൊടുക്കുന്നതിന് വേണ്ടി കൊട്ടാരക്കര മണ്ഡലത്തിലെ പ്രവർത്തകർ രൂപീകരിച്ച സംഘാടക സമിതിയുടെ ഔപചാരികമായ ഓഫീസ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ സംഘാടക സമിതിയുടെയും ഓഫീസ് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും നാട്ടിൽ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുക എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായി നടക്കുന്ന പ്രവർത്തനം. വിലക്കയറ്റം തടയുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക, വർഗീയതയെ ചെറുക്കുക, സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കുക, അഴിമതി തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള രക്ഷാ മാർച്ച് നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ സാഹചര്യമില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വാദഗതികളെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നു അത് സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം തന്നെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ യാത്ര ഫെബ്രുവരി 1 വയലാറിൽ നിന്ന് ആരംഭിച്ച് 26 കോഴിക്കോട് സമാപിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സഹദേവൻ അധ്യക്ഷനായി. കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ് സ്വാഗതം പറഞ്ഞു. നെടുവത്തൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി P ആനന്ദൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം B രാഘവൻ, കൊട്ടാരക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.
ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ 17ാമത് സെന്റർ കൺവെൻഷൻ ജനുവരി 30-ന് തുടങ്ങും. ഫെബ്രുവരി 2 വരെയാണ് കൺവെൻഷൻ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലയപുരം IPC ഹെബ്രോൺ ഗ്രൌണ്ടിൽ നടക്കുന്ന കൺവെൻഷൻ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ KV തോമസ് ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർമാരായ ഷമീർ കൊല്ലം, TD ബാബു, നോബൽ പി തോമസ്, ഫിലിപ്പി തോമസ്, ബെഞ്ചമിൻ വർഗീസ് എന്നിവർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ പാസ്റ്റർ KV തോമസ് അധ്യക്ഷനാവും. തോമസ് M കിടങ്ങാലയിൽ, IPC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. പാസ്റ്റേഴ്സ് കോൺഫറൻസ്, സോദരി സമാജം, സൺഡേ സ്കൂൾ, യുവജന വാർഷിക യോഗങ്ങൾ എന്നിവയും നടക്കും. കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ജനറൽ കൺവീനർ സുവി സാം വിലങ്ങര, സെക്രട്ടറി പാസ്റ്റർ ജോയ് ജോർജ്, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ ജെ ബിജുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി മാസം 30-ാം തീയതി വ്യാഴം മുതൽ ഫെബ്രുവരി 2-ാം തീയതി ഞായർ വരെ കലയപുരം ഹെബ്രോൺ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസിദ്ധ യോഗം എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ 9 മണി വരെയാണ്. യോഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കലയപുരം സെന്ററിന്റെ ചുമതല വഹിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ KV തോമസ് അവറുകളാണ്. ഈ ദിവസങ്ങളിൽ താഴെ പറയുന്ന കർത്താവനദാസന്മാർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പാസ്റ്റർ ഷമീർ കൊല്ലം, TD ബാബു എറണാകുളം, പാസ്റ്റർ നോബൽ പി തോമസ് കോഴിക്കോട്, പാസ്റ്റർ ഫിലിപ്പി തോമസ് ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ സ്റ്റേറ്റ് സെക്രട്ടറി, പാസ്റ്റർ ജേക്കബ് ജോൺ IPC ജനറൽ പ്രസിഡന്റ്, പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ അടൂർ സെന്റർ മിനിസ്റ്റർ, പാസ്റ്റർ തോമസ് M കിടങ്ങാലൽ ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ കലവരം സെന്റർ സ്പോൺസർ മിനിസ്റ്റർ എന്നിവരാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴിഞ്ഞുമാറുന്നുവെന്ന് CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ. മദ്യം കഴിച്ച് അവശനിലയിലായ 10ാം ക്ലാസ്സുകാരനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KB ഗണേഷ് കുമാർ വിവാഹിതനായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് 50ന്റെ നിറവിൽ. ആഘോഷങ്ങൾ 1 വർഷം നീളും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.